വെല്ലൂർ സ്നേഹഭവൻ ആതുരരുടെ ആശ്വാസ കേന്ദ്രത്തിന് 35 വയസ്സ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയായി പ്രശോഭിക്കുന്ന വെല്ലൂർ സ്നേഹഭവൻ കർമ്മപഥത്തിൽ 35 ശോഭിത വർഷങ്ങൾ പൂർത്തീകരിക്കുന്നു. മദ്രാസ് ഭദ്രാസനാധിപനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ സക്കറിയ മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ ഷഷ്ഠ്യാബ്ദി പൂർത്തിയോടനുബന്ധിച്ച് വിഭാവനം ചെയ്ത രോഗാതുരർക്ക് ഒരു സാന്ത്വന കേന്ദ്രമെന്ന സ്വപ്നം സ്നേഹഭവൻ എന്ന പേരിൽ യാഥാർത്ഥ്യമായി. 1984 വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് 3 കിലോമീറ്റർ അകലത്തായി 10.5 സെന്റ് സ്ഥലം മദ്രാസ് ഭദ്രാസനം സ്വന്തമാക്കി. 1990 ഓഗസ്റ്റ് മാസം 6-ാം തീയതി സ്നേഹഭവന്റെ 8 മുറികളുള്ള പ്രാരംഭ കെട്ടിടം അന്നത്തെ തമിഴ്നാട് ഗവർണറായിരുന്ന ഡോക്ടർ PC അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. വെല്ലൂർ ദേശത്ത് ഇദം പ്രഥമമായി നിലവിൽ വന്ന ഈ ഗൈഡൻസ് സെന്ററിനെ മാതൃകയാക്കി ഇന്ന് അനേക സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. സാമൂഹിക പ്രതിബദ്ധതയും ക്രൈസ്തവ മൂല്യങ്ങളും കൈമുതലാക്കി ഐഡ സോഫിയാസ് കഡർ എന്ന മനുഷ്യസ്നേഹി പ്രാരംഭം കുറിച്ച വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഇന്ന് 125 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ആഗോളതലത്തിൽ പ്രശസ്തമായ ചികിത്സാലയം എന്ന നിലയിൽ പ്രതിദിനം ആയിരക്കണക്കിന് ആളുകൾ CMCയെ ആശ്രയിക്കുന്നു. നൂറുകണക്കിന് സഭാമക്കൾ പഠനത്തിനും മെഡിക്കൽ പാരാമെഡിക്കൽ ജോലികൾക്കുമായി വെല്ലൂരിൽ താമസിച്ചു വരുന്നു. തമിഴ്നാടിൻ്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം ചെന്നൈ, ബാംഗ്ലൂർ പട്ടണങ്ങൾക്കിടയിൽ വരുന്ന ഒരു സ്ഥലമാണ്. മികവുറ്റ ഡോക്ടർമാരെയും രോഗസ്ഥിരീകരണത്തിനുള്ള അത്യാധുനിക സജ്ജീകരണങ്ങളും മികച്ച ചികിത്സകളും തേടി വിവിധ ദേശങ്ങളിൽ നിന്നും കടന്നു വരുന്നവർക്ക് ക്രിസ്തീയ സാക്ഷ്യം പകർന്നു നൽകുവാനുള്ള ബാധ്യത പരിശുദ്ധ സഭയുടെ സ്നേഹഭവൻ എന്നും നിറവോടെ നിർവഹിക്കുന്നു. വെല്ലൂരിൽ സ്നേഹഭവന്റെ ആരംഭം സഭയുടെ ശുശ്രൂഷാ ദൗത്യത്തിൻ്റെ ഒരു പുതിയ ഏടുകൂടിയായിരുന്നു. കാലചക്രത്തിൻ്റെ പ്രയാണത്തിൽ സ്നേഹഭവൻ ഏറ്റെടുക്കേണ്ടി വരുന്നത് വലിയ നിയോഗങ്ങളാണ്. ഇന്ന് കാലദേശ ഭാഷ ഭേദമന്യേ ഏതൊരാൾക്കും ആശ്രയിക്കാവുന്ന ഇടമെന്ന നിലയിലേക്ക് സ്നേഹഭവൻ മാറ്റപ്പെട്ടിരിക്കുന്നു. 2014 30 മുറികളിലേക്ക് വിപുലീകരിക്കപ്പെട്ട സ്നേഹഭവൻ ഇന്ന് സ്വന്തമായുള്ള കെട്ടിടത്തിലും വാടകയ്ക്കെടുത്തിരിക്കുന്ന അനുബന്ധ കെട്ടിടങ്ങളിലുമായി 60-ൽ പരം മുറികൾ ലഭ്യമാക്കുന്നു. മിതമായ നിരക്കിൽ മികച്ചതും ശുചിത്വമുള്ളതും രോഗീ പരിചരണത്തിനുതകുന്നതുമായ മുറികൾ സ്നേഹഭവൻ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്നു. ആത്മശരീര മനസ്സുകൾക്ക് ഊർജം പകരുന്ന ചാപ്പലും ആരാധനകളും ഗ്രഹാന്തരീക്ഷവും രോഗക്ലേശങ്ങളിൽ ഉഴലുന്നവർക്ക് പ്രദാനം ചെയ്യുന്ന ആശ്വാസം അനർവചനീയമാണ്. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ, ചെന്നൈ വിമാനത്താവളം, വെല്ലൂർ, റാണിപ്പട്ട്, ബാഗായം എന്നിവിടങ്ങളിലുള്ള ഹോസ്പിറ്റൽ ക്യാമ്പസുകൾ ഇവിടങ്ങളിലേക്കുള്ള സൗകര്യപ്രദവും സുരക്ഷിതവുമായ മുഴുവൻ സമയ യാത്രാ സൗകര്യങ്ങൾ അപരിചിതത്വത്തിൻ്റെ ആകുലതകളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും ആളുകൾക്ക് സംരക്ഷണമൊരുക്കുന്നു. ജീവിതതാളത്തിന് ഭംഗം വരുത്തുന്ന രോഗാതുരതയുടെ കാലത്ത് പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും പച്ചത്തുരുത്തായി തീരുവാൻ സ്നേഹഭവന് കഴിയുന്നു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യം പകരുന്നു. 2 വൈദികർ ഉൾപ്പെടെ 30ഓളം ജീവനക്കാരടങ്ങുന്ന സ്നേഹഭവൻ പ്രവർത്തകർ വെല്ലൂർ ആശുപത്രിയുടെ എല്ലാ സൗകര്യങ്ങളും ആവശ്യക്കാർക്ക് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം കൂട്ടായി പ്രവർത്തിച്ചു വരുന്നു. കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന CMC അതിൻ്റെ വിപുലീകരണത്തിൻ്റെ ഭാഗമായി റാണിപ്പട്ട് ഡിസ്ട്രിക്റ്റിൽ വെല്ലൂരിൽ നിന്നും 12 കിലോമീറ്റർ അകലത്തായി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ കണികാപുരം എന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു. ഇന്ന് വെല്ലൂരിൽ എത്തുന്നവരിൽ ഭൂരിഭാഗം പേരും അതിനെ ആശ്രയിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളിൽ കൈത്താങ്ങാകുവാൻ തക്കവണ്ണം സ്നേഹഭവന്റെ പ്രവർത്തനങ്ങളെയും വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. പുതിയ ആശുപത്രിയോട് ചേർന്ന് മദ്രാസ് ഭദ്രാസനം മുന്നമേ വാങ്ങിയിരുന്ന 50 സെന്റ് സ്ഥലത്ത് സ്നേഹഭവൻ ഫേസ് 2 തുടക്കം കുറിക്കുവാൻ സർവശക്തൻ അനുവദിച്ചു. 5 നിലകളിലായി 72 മുറികളും ചാപ്പലും ക്യാൻറ്റീൻ, പൊതുപാചകശാലകൾ,
വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവ വിഭാവനം ചെയ്തിരിക്കുന്ന ബൃഹത്തായ ഈ പദ്ധതിക്ക് 15 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നു. അതിവേഗം പുരോഗമിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ 3-ാം നിലയുടെ തലത്തിലെത്തുമ്പോൾ മുന്നോട്ടു പോകുവാൻ 10 കോടിയോളം രൂപ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. പ്രതിമാസം 2 ലക്ഷം രൂപ വാടക ഇനത്തിൽ മാത്രം ചിലവ് ചെയ്യേണ്ടി വരുന്ന വാടക കെട്ടിടങ്ങളിൽ നിന്ന് പുതിയ ആശുപത്രിക്ക് സമീപം സ്വന്തമായ കെട്ടിടങ്ങളിലേക്ക് സമയബന്ധിതമായി പ്രവർത്തനം ആരംഭിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായി തീർന്നിരിക്കുന്നു. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പേരിൽ മുറികൾ സ്പോൺസർ ചെയ്യുവാനും സംഭാവനകൾ കൊണ്ട് ഇതിനെ പിന്തുണയ്ക്കുവാനും സുമനസ്സുകളോട് അഭ്യർത്ഥിക്കുന്നു. മദ്രാസ് ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ മാർ ഡൈനീഷ്യസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നികുതി സംബന്ധമായ ഇളവുകൾ ഉൾപ്പെടെ വിവിധ ഗവൺമെൻറ് രജിസ്ട്രേഷനുകളോടുകൂടെയാണ് പ്രവർത്തിക്കുന്നത്. രോഗങ്ങളുടെ തീച്ചൂളയിൽ വാടിത്തളർന്നുപോയ ജീവിതങ്ങൾക്ക് പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ നൽകുവാൻ ദൈവകൃപയിൽ തുടർന്നും സ്നേഹഭവൻ ശരണപ്പെടുന്നു.